വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചൂടത്ത് നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രമാത്രം സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസിൽ വരുന്ന ഒന്നാണ് കരിവാളിപ്പ് അല്ലെങ്കിൽ സൺ ടാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോഡിയിലെ സൺ ടാൻ മാറാൻ അല്ലെങ്കിൽ മുഖത്തിലും ഫേസിലെ അല്ലെങ്കിൽ കഴുത്തിലെയും കയ്യിലും കാലിലേക്ക് സൺ ടാൻ മാറാൻ എന്താ ചെയ്യേണ്ടത്, കരിവാളിപ്പ് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അടിപൊളി കിട്ടില്ലനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളിരുന്നു. അപ്പോൾ ഞാൻ സൺസ്ക്രീനൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫേസിൽ നന്നായിട്ട് ടാൻ ആയത്, ഫേസിൽ ഫേസ് നന്നായിട്ട് കറുത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. കഴുത്തിൽ മുഖത്തൊക്കെ നന്നായിട്ട് ഒരു കറുത്ത സൺ ടാൻ വന്നിട്ട് അങ്ങനെ ഒരു കളർ തന്നെ നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് കുറേയധികം സ്കിൻ കെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് കിഡിലനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സൺ ടാനോ അല്ലെങ്കിൽ മുഖത്ത് കരിവാളിപ്പൊക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ചിലർക്കൊക്കെ ഈ ഒരു സൺ ടാൻ വന്നു വെച്ച് നമുക്കൊരു 1 വീക്ക് സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെ ചിലർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സമയം അവർക്ക് വേണ്ടി വരും. കാരണം സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യാതെ വെയിലത്തിറങ്ങുന്നവർക്കാണ് ഈ കൂടുതലായിട്ട് സമയം വേണ്ടത്. അവരുടെ കാരണം നമ്മൾ ഈ ഒരു സൺ ടാൻ അടിച്ചടിച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്താൽ മാത്രമാണ് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഹോം റെമഡിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ബാക്കിയുള്ളവർക്കൊക്കെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സൺ ടാൻ മാറാനായിട്ട് ഈ ഒരു 1 വീക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പം അത്രയും കിഡിലനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ്. ചിലരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് സൺ ടാൻ വന്നു വെച്ച് നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ സൺ ടാൻ വന്നതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെ വിചാരിക്കുന്നവർക്ക് സൺ ടാൻ വന്നു എങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും, പക്ഷെ ചിലർക്ക് അത് പോവുകയില്ല. അപ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സൺ ടാൻ കൂടുതൽ അത് അങ്ങനെ തന്നെ നിൽക്കാനായിട്ടൊരു കാരണമാവും കേട്ടോ. അപ്പം സൺ ടാൻ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും സൺ ലൈറ്റിൽ നിന്നും. അതുപോലെ തന്നെ നമുക്ക് സൺ ഡാമേജസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് നമുക്ക് തടാനായിട്ട് പറ്റും. സൺസ്ക്രീൻ ഇട്ടാലും നമുക്ക് വൈകുന്നേരങ്ങൾക്ക് നന്നായി വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ സ്കിൻ ഒന്ന് ഡള്ളായ പോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ സൺസ്ക്രീൻ ഇടാതെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അത് നമ്മൾ സൺ ടാൻ അടിച്ച് നമ്മുടെ ഫേസിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് കൂടുതൽ നെറ്റിയിൽ, മൂക്കിൽ, അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട്, കയ്യിലൊക്കെ നന്നായിട്ട് സൺ ടാൻ വന്ന് പിഗ്മെൻറ്റേഷൻ ആയി പോകും. അപ്പോൾ അത് മാറ്റാൻ നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പാക്ക് നിങ്ങൾ ഡെയിലി വൈകുന്നേരം അത് ചെയ്യുക. നമ്മൾ സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൺ ടാൻ വരാതിരിക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഈ ഒരു പാക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. സൺസ്ക്രീന് യൂസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഈ ഒരു പാക്കും കൂടി നമ്മൾ ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഓട്സ് വളരെയധികം നല്ലതാണ്. സൺ ടാൻ മാറ്റാനൊക്കെ നിറം വയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നിങ്ങൾക്ക് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല തിൻ പൗഡർ ആക്കിയിട്ട് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ബോഡിയിലും അപ്ലൈ ചെയ്യാം, ഈ ഒരു പാക്ക് ഇടാം. അപ്പോൾ സൺ ടാൻ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിന് പകരം തൈര് ആഡ് ചെയ്യാം. തൈരും നല്ലതാണ്, പെട്ടെന്ന് തന്നെ സൺ ടാൻ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഓരോരുത്തർക്ക് ചേരുന്നത് എടുക്കാം. പാലും നല്ലതാണ്. ഒന്നില്ലെങ്കിൽ കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ പാല്, അല്ലെങ്കിൽ തൈര്, ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ.
ചിലർക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അത് ആഡ് ചെയ്യാം. തക്കാളി ചിലപ്പോൾ ചേരാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എടുത്തിട്ട് മിക്സ് ആക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് എന്ന് പറയണത്. ഇനി നമുക്കിത് നമ്മുടെ ബോഡിയിൽ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യാം. ഫേസിലാണെങ്കിൽ ഫേസിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. നമുക്ക് ഫേസ് വാഷ് ചെയ്തിരിക്കാൻ ഫേസിലാണ് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ബോഡിയിലോ ഉണ്ടാവുന്ന സൺ ടാൻ മാറ്റാനും നന്നായിട്ട് നിറം വയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിലും സൺ ടാൻ മാറാൻ വേണ്ടി ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ വൈകുന്നേരം ഡെയിലി ചെയ്യുന്നതായിരിക്കും നല്ലത്. സൺ ടാൻ മാറാൻ നിങ്ങൾ 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സൺ ടാൻ നന്നായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഓട്സ് എന്ന് പറയുന്നത് ചില സ്കിൻ കെയർ പ്രൊഡക്റ്റിലൊക്കെ അവർ ചേർക്കുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാത്ത ഓട്സ് മീലൊക്കെ അവർ ചില പ്രൊഡക്ട്സിലൊക്കെ അവർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ ഡ്രൈനെസ് മാറ്റാനും എല്ലാത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിറം വയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് സൺ ടാനൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫ്ലേക്കി സ്കിന്ന്, നിങ്ങൾക്ക് ഇച്ചിങ് ഒക്കെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓട്സ് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ റൈസ് വാട്ടറാണ്. അപ്പോൾ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിലല്ല, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു റൈസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ റൈസ് വാട്ടർ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ചെയ്യാനും സപ്ലൈയിട്ടിരിക്കാനും പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺ ടാൻ മെയിനായിട്ട് മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊറിയക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഉഴുന്നുപൊടിയും അതുപോലെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സൺസ്ക്രീൻ ഇടാത്ത വെയിലത്ത് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഡള്ളായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 10 ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു വെക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ അതായത് നന്നായിട്ട് നട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങി, നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോഴും എനിക്ക് ഫേസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആഫ്റ്റർ വെക്കേഷന് ശേഷം ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടായത് ഇത്ര ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് നന്നായിട്ട് കളർ വെച്ചിരിക്കുന്നത് എന്താണ്, ഫേസിൽ നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച നിങ്ങളിത് ഉപയോഗിക്കുക. രാവിലെ സമയമുണ്ടെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യുക, വൈകുന്നേരം അപ്ലൈ ചെയ്യുക. പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാനും ഈ സൺ ടാൻ മാറുമ്പോൾ തന്നെ നമ്മുടെ ഒറിജിനൽ കളറിൽ കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നിറം വയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓട്സിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കിട്ടില്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.